പാലക്കാട് പല്ലൻ ചാത്തന്നൂരിൽ 14-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പരാതിയുമായി വിദ്യാർത്ഥിയുടെ കുടുംബം. ക്ലാസ് അധ്യാപിക കുട്ടിയെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാറുണ്ട് എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് അധ്യാപിക വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. അരുൺ ആലത്തൂർ തുടരുകയാണ്. അരുൺ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് ഈ കുട്ടിയുടെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു 14-കാരന്റെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് കുടുംബം പറയുന്നത്? രാഖി, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പല്ലൻ ചാത്തന്നൂരിൽ 14 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത്. സ്കൂൾ കഴിഞ്ഞ് വന്ന് ആ സ്കൂൾ യൂണിഫോമിൽ തന്നെ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ കുടുംബം സ്കൂളിലെ അധ്യാപകയ്ക്കെതിരെയും മറ്റും രംഗത്തെത്തിയിരിക്കുന്നത്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകയ്ക്കെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ക്ലാസ്സിലെ അധ്യാപക നിരന്തരമായി മാനസികമായി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിയുടെ കുടുംബം പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട് അർജുനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് കുട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. ആ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ രക്ഷിതാക്കൾ ഇടപെട്ട് അത് പരിഹരിക്കുകയും മറ്റുമൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിന് പിന്നാലെ ഈ ക്ലാസ് അധ്യാപിക ഈ കുട്ടിയെ സൈബർ സെല്ലിലും മറ്റും പരാതി നൽകി ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിൻ്റെ മനോവിഷമം മൂലമാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഈ കുടുംബം പ്രധാനമായിട്ടും പറയുന്നത്. കുഴൽബന്ധം പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഈ കുടുംബം ഉള്ളത്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ PTA പ്രസിഡന്റ് പറയുന്നത് ഇതിൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൽ രക്ഷിതാക്കൾ PTA പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ 14-കാരന്റെ ആത്മഹത്യയിലാണ് കുടുംബം ക്ലാസ് അധ്യാപികയ്ക്കെതിരെ രംഗത്ത് എത്തിയത്. അതേസമയം തന്നെ സ്കൂൾ അധികൃതർ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നുമുണ്ട്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.